ഇനി അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതൃസ്ഥാനത്ത് സ്ത്രീ വരണം എന്നാണ്. സ്ത്രീകൾ വരണം തീർച്ചയായിട്ടും. എന്താ പറഞ്ഞേ? അവിടെ നേതൃസ്ഥാനത്ത് സ്ത്രീ വരുമ്പോൾ ഇത്തരം ആരോപണങ്ങൾ കുറച്ചുകൂടെ ചെന്ന് പറയാനുള്ളൊരു ധൈര്യം എപ്പോഴും ഇന്നും. ഏറ്റവും അതിശയമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല്, ഭാഗ്യലക്ഷ്മി മാം അവരവിടെ സംസാരിച്ചത് എന്താണെന്ന് വെച്ചാല്, നിങ്ങള് മലർന്ന് കിടന്ന് തുപ്പുന്നു എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അത് ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവള് വെറും ഫ്രോഡാണെന്ന്. അല്ലെങ്കിൽ ഭാഗ്യലക്ഷ്മി മാം ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഞങ്ങളോടും കൂടി, അതായത് കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ ഞങ്ങളുടെ യൂണിയനിലുള്ള കുറച്ച് ആൾക്കാരെ മാത്രം സപ്പോർട്ട് ചെയ്തിട്ടാണ് അവർ സംസാരിച്ചത്. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. അതന്നത്തെ ചോരത്തിളപ്പിന് ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണെന്ന്. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. അതായത് നിങ്ങളുടെ സഹപ്രവർത്തകരെ തന്നെ നിങ്ങൾ മീഡിയയിലേക്ക് വലിച്ചു കൊണ്ടുവന്നത് ശരിയായില്ല. ഇപ്പോ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ അപ്പൊ തന്നെ പ്രതികരിക്കണം. നിങ്ങൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ടല്ല വരണ്ടേ. ഇപ്പൊ നിങ്ങൾ കംപ്ലീറ്റ് കള്ളത്തരവും കയ്യോടെ പിടിച്ചു അല്ലേ? ഒരു കയ്യബദ്ധം, നാറ്റിക്കരുത്. ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ആൾക്കാരാണ്. ഇതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ സംഘടനയിലുള്ള 2 സ്ത്രീകൾ പ്രതികരിച്ചപ്പോ അവരുടെ വായ അടപ്പിക്കുകയുണ്ടായി. നമ്മുടെ ടെലിവിഷൻ ഇനി അങ്ങനെ ഒന്നും സംഭവിക്കില്ല, ഞാൻ ഉറപ്പു തരുന്നു. പ്ലീസ് ഞാൻ പോകുന്നു. ബൈ ബൈ.